വളരെ പെട്ടെന്ന് ഉദിച്ചുയർന്ന് അതിവേഗത്തിൽ അസ്തമിച്ച നടിയാണ് റാണി ചന്ദ്ര. സ്വപ്നാടനത്തിലൂടെ കെ.ജി. ജോർജിന്റെ സ്വപ്നാടനത്തിലൂടെ മികച്ച സംസ്ഥാന നടിക്കുള്ള അവാർഡ് നേടിയ റാണി ചന്ദ്ര. റാണി ചന്ദ്ര ഒരു താരമായി വളരെ ഉയരത്തിൽ എത്തിയിരുന്നു. ഒരുപാട് പ്രോജക്റ്റുകൾ അവരെ കാത്തിരുന്നു. അപ്പോഴാണ് വിമാനാപകടത്തിന്റെ രൂപത്തിൽ വിധി അവരെ കവർന്നെടുത്തത്. റാണി ചന്ദ്രയുടെ സ്വകാര്യ ജീവിതം നിറയെ ഗോസിപ്പുകൾ കൊണ്ട് നിറഞ്ഞിരുന്നു. റാണി ചന്ദ്രയും സ്വപ്നാടനത്തിലെ നായകൻ ഡോക്ടർ മോഹൻദാസും തമ്മിൽ പ്രണയമാണെന്ന വാർത്ത അന്ന് സജീവമായിരുന്നു. മോഹൻദാസ് റാണി ചന്ദ്രയെ വിവാഹം കഴിക്കാൻ പോകുന്നു എന്ന വാർത്തകളൊക്കെ ഗോസിപ്പ് കോളങ്ങളിൽ വന്നു. അത് ശരിയാവാം, തെറ്റാവാം. പക്ഷേ ഒരു പ്രണയം അഗാധമായി ഉണ്ടായിരുന്നു റാണി ചന്ദ്രയ്ക്ക്. സംവിധായകൻ ഐ വി ശശിയും അഗാധമായി റാണി ചന്ദ്രയെ പ്രണയിച്ചിരുന്നു. ഐ വി ശശിയുടെ ആദ്യ ചിത്രമായ ഉത്സവത്തിലെ നായിക റാണി ചന്ദ്രയായിരുന്നു. അതിൽ അർദ്ധനഗ്നയായാണ് റാണി ചന്ദ്ര അഭിനയിച്ചത്. പിന്നീട് ഐ വി ശശിയുടെ ഗ്ലാമർ ചിത്രങ്ങളായ അയൽക്കാരി, ഊഞ്ഞാൽ, അഭിനന്ദനം, ആലിംഗനം തുടങ്ങിയ ചിത്രങ്ങളിലൊക്കെ റാണി ചന്ദ്ര അഭിനയിച്ചു. റാണി ചന്ദ്രയും ഐ വി ശശിയും തമ്മിൽ മുടിഞ്ഞ പ്രേമമായി. ആ പ്രേമം വിവാഹത്തിലെത്താവുന്ന ദിവസങ്ങളിലേക്ക് പോകവെയായിരുന്നു റാണി ചന്ദ്രയുടെ അപ്രതീക്ഷിതമായ അന്ത്യം. വിമാനാപകടത്തിൽ അവരുടെ കുടുംബം മുഴുവൻ മരണപ്പെട്ടു. അതിനുശേഷം ഐ വി ശശി ഡിപ്രഷനായി. ഈ അവസ്ഥയിലാണ് സീമ ഐ വി ശശിയുടെ ഹൃദയത്തിലേക്ക് കുടിയേറുന്നത്. ഒരു ഫ്രണ്ടായി മാത്രമേ സീമയെ കാണാൻ പറ്റുകയുള്ളൂ എന്ന് ഐ വി ശശി പറഞ്ഞു. പക്ഷേ പിന്നീട് ഫ്രണ്ട് കാമുകിയായി മാറി. ഐ വി ശശിയുടെ വീട്ടുകാർക്ക് സീമയെ വിവാഹം കഴിക്കുന്നതിൽ ഒട്ടും താല്പര്യം ഇല്ലായിരുന്നു. പക്ഷേ വീട്ടുകാരുടെ എതിർപ്പ് അവഗണിച്ച് ഐ വി ശശി സീമയെ വിവാഹം കഴിച്ചു. അക്കാലത്ത് സൂപ്പർ താരങ്ങൾ പോലും ഐ വി ശശിയുടെ ചിത്രത്തിൽ അഭിനയിക്കാൻ കാത്തുനിന്ന അവസ്ഥ ഉണ്ടായിരുന്നു. കമൽഹാസൻ ഓപ്പൺ ഡേറ്റ് കൊടുക്കുന്ന ഒരേ ഒരു സംവിധായകൻ ഐ വി ശശിയായിരുന്നു. മലയാളത്തിലും തമിഴിലും തെലുങ്കിലും ഒക്കെ അദ്ദേഹത്തിന് അത്ര വിലയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങൾ അതിവേഗം തമിഴിലും തെലുങ്കിലും ഒക്കെ റീമേക്ക് ചെയ്യപ്പെട്ടു. വാർത്ത എന്ന ചിത്രം പലൈവനെ റോജാക്കളായി തമിഴ്നാട്ടിൽ തകർപ്പൻ വിജയം നേടി. അങ്ങനെ പല ചിത്രങ്ങളും അദ്ദേഹത്തിൻ്റെ ഭൂരിഭാഗം ചിത്രങ്ങളും തമിഴ്നാട്ടിലും തെലുങ്കിലുമൊക്കെ റീമേക്ക് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ആവനാഴിയൊക്കെ റീമേക്കിലും വിജയിച്ച ചിത്രങ്ങളാണ്. തമിഴിൽ ആവനാഴിയിൽ മമ്മൂട്ടി അഭിനയിച്ച കഥാപാത്രത്തെ അവതരിപ്പിച്ചത് സത്യരാജാണ് എന്നാണ് ഓർമ്മ. എന്തായാലും റാണി ചന്ദ്രയുടെ വിയോഗം ഐ വി ശശിയെ തകർത്തു. പിന്നീട് അദ്ദേഹം മദ്യാസക്തനായി മാറി. ആ ആസക്തി ജീവിതാവസാനം വരെ അദ്ദേഹം തുടർന്നിരുന്നു എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ പരാജയം. അവസാന കാലഘട്ടത്തിൽ ഐ വി ശശി ദുരന്ത നായകനായി മാറി. താൻ കൈപിടിച്ച് താലോലിച്ച് വളർത്തിയ മമ്മൂട്ടിയും മോഹൻലാലുമൊക്കെ ഡേറ്റ് നൽകാതെ അദ്ദേഹത്തെ വിഷമിപ്പിച്ചു. ഏറെ നാൾ മമ്മൂട്ടിയുടെ പിറകിൽ അലഞ്ഞതിന് ശേഷമാണ് ബൽറാം വേഴ്സസ് താരദാസ് എന്ന ചിത്രത്തിന് മമ്മൂട്ടി ഡേറ്റ് നൽകിയത്. ആ ചിത്രമാകട്ടെ ഒരു ദുരന്തമായി മാറുകയും ചെയ്തു. ആ ചിത്രം സംവിധാനം ചെയ്യുമ്പോൾ മമ്മൂട്ടിയുടെ പെരുമാറ്റം തന്നെ കരയിപ്പിച്ചുവെന്ന് ഐ വി ശശി പറയാതെ പറഞ്ഞിട്ടുണ്ട്. എന്താ പറയുക, ഒരു സൂപ്പർ സംവിധായകന്റെ എല്ലാ ജാടകളും ഒരു കാലത്ത് ഐ വി ശശിക്ക് ഉണ്ടായിരുന്നു. കാരണം നിർമ്മാതാക്കൾ രാവിലെ ഐ വി ശശിയെ കാണാൻ ക്യൂ നിൽക്കുന്ന കാലം, അതിൽ നിന്ന് നറുക്കിട്ട് അദ്ദേഹം നിർമ്മാതാക്കളെ എടുക്കുന്ന കാലം, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എല്ലാം തകർന്നപ്പോൾ, സാമ്പത്തികമായി കടം കയറിയപ്പോൾ ഭാര്യ സീമയ്ക്ക് അഭിനയിക്കേണ്ടി വന്നു. സിനിമയിലും സീരിയലിലും ഒക്കെ അഭിനയിച്ച് അവർ കടം വീട്ടി. അങ്ങനെ ഉത്തമ കുടുംബിനിയായി മാറി അവളുടെ രാവുകളിലെ രാജിയെ അവതരിപ്പിച്ച സീമ. ഐ വി ശശിയും റാണി ചന്ദ്രയും തമ്മിലുള്ള പ്രണയം നടന്നില്ല. പിന്നീട് സീമയെ ഐ വി ശശി വിവാഹം കഴിച്ചു. ഐ വി ശശി ഉന്നതിയിലേക്ക് പോയി. ഏറ്റവും മികച്ച സംവിധായകനുള്ള അവാർഡ് പല പ്രാവശ്യം നേടി. ഐ വി ശശി എന്ന ടൈറ്റിൽ
ഉണ്ടെങ്കിൽ മാത്രം ഇനീഷ്യൽ കളക്ഷൻ ലഭിക്കുന്ന സിനിമകളുണ്ടായി. പക്ഷേ അവസാനം ഐ.വി. ശശിയുടെ വീഴ്ച അതിദാരുണമായിരുന്നു. ഒരു സ്റ്റുഡിയോ സ്ഥാപിച്ചു, ആ സ്റ്റുഡിയോ അതോടെ സാമ്പത്തികമായി തകർന്നു, കടക്കാർ കൂടി. ഒടുവിൽ സീമ അഭിനയിച്ച് എല്ലാത്തിനും എല്ലാ കടവും വീട്ടി. ഐ.വി. ശശിയുടെ ജീവിതം ഒരു സിനിമയേക്കാൾ ട്രാജഡിയും കോമഡിയും ഒക്കെ നിറഞ്ഞതായിരുന്നു.